ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ അജ്രകിന്റെ കോട്ടൺ കുർത്തിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കോട്ടൺ ഒത്തിരി പേര് എൻക്വയറി ചെയ്യുന്നുണ്ട്. ഈ സീസണിന്റെ തന്നെയാണ്. അപ്പോൾ നമുക്ക് താങ്ങാനകത്ത് ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇനി വിചാരിച്ചു കുറച്ച് നമ്മൾ ആ കോട്ടൺ എല്ലാവരും, ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് കോട്ടൺ ഇട്ടപ്പോൾ പിന്നെ വിചാരിച്ചു പിന്നെ ചെയ്യാമെന്ന്. പക്ഷെ എല്ലാവരും കോട്ടൺ എപ്പോഴാണ് ഇടുന്നതെന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇത് അജ്രക്കിന്റെ കുർത്തി തന്നെയാണ് കേട്ടോ. അജ്രക്കിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളറാണ്. എപ്പോഴും കാണുന്ന മെറൂൺ ഷെയ്ഡ് അല്ല, എന്താ പറയാ, ഒരു മെറൂണും ഡാർക്ക് മെറൂണിന്റെ ഒരു പിങ്കും കൂടെ, ഒരു ഡാർക്ക് പിങ്കും കൂടെ കയറി വരുന്ന ഒരു ഷെയ്ഡാണ്. അതിനകത്തോട്ട് നമ്മൾ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഈ ഒരു പാറ്റേൺ നെക്ക്, അതുകൊണ്ടാണ് അത് തന്നെ ചെയ്യുന്നത്. ഇതുപോലെ വി നെക്ക് വെച്ചിട്ട് ഒരു മിഡിൽ പീസ് വെച്ച് സ്ലീവിന്റെ എൻഡിലോട്ടും ഒരു ഓപ്പോസിറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. അജ്രക്ക് തന്നെയാണ് ഫാബ്രിക് വരുന്നത്, പ്യുവർ അജ്രക്ക്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് വരുന്ന ഫാബ്രിക് ആണ്. എന്നിട്ട് എ ലൈൻ പാറ്റേണാണ് ചെയ്തേക്കുന്നത്. എ ലൈൻ നമ്മൾ സൈഡിലോട്ട് കുറച്ചൊരു ഹൈലോ പോലെ ചെയ്തിട്ടുണ്ട്. കുറച്ച് വേണമെങ്കിൽ അവിടെ ഒരു മിഡിൽ കട്ടിങ് കൊടുത്ത ഒരു സ്റ്റൈലാവും. കട്ടിങ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല സൈഡിൽ, അതായത് എ ലൈൻ വിത്ത് സൈഡ് കട്ടിങ് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതുപോലെ വിത്തൗട്ട് ലൈനിങ് ആണ്. എപ്പോഴും പറഞ്ഞ പോലെ ചെറിയൊരു പാനൽ പോലെ ഇതിന്റെ ഇടയിൽ കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു സിംഗിൾ പാനല്. കുറച്ചൊരു ലൂസും ഒരു ഷേപ്പും തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതുപോലെ ഇതാണ് നെക്കിന്റെ പാറ്റേൺ. കോളർ വിത്ത് ഈ ഒരു മിഡിൽ പീസ് വിത്ത് കട്ടിംഗ് ആണ് ഇതിന്റെ പ്രിന്റ്. അപ്പം ഇതിന്റെ പ്രിന്റിൽ ചെറിയ ഡിഫറൻസ് ഉള്ളതാണ്. അപ്പൊ ഞാൻ ഇത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ പ്രിന്റ് കാണിച്ചു തരാം. അതായത് ചെറിയ ഒരു പ്രിന്റിൽ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അത് ഞാൻ ഫോട്ടോ ചോദിക്കുന്നവർക്ക് അയച്ചു തരാം കേട്ടോ. അപ്പൊ അടുത്ത കളർ വന്നേക്കുന്ന ഇതിന്റെ അടിപൊളി ബ്ലൂ ആണ്. ഈ ബ്ലൂവും ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ. അജ്രക്കിന്റെ കളറിൽ ഇങ്ങനത്തെ കിട്ടാത്തതാണ് നമുക്ക്. ഇത് ഡാർക്ക് നേവി ബ്ലൂ കളറിലോട്ട് ഈ ഒരു ഡിസൈൻ വരുന്ന, അതിന്റെ യോക്കിലോട്ട് നമ്മൾ ഈ ഒരു റെഡിന്റെ പാച്ചാ കൊടുത്തേക്കുന്നത്. കോളറും ഈ സ്ലീവിന്റും ഇതേപോലെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞേ, ഈ ബ്ലൂ ആണെങ്കിലും വേറെ പ്രിന്റും ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. വലിയ ഡിഫറൻസ് ഒന്നുമില്ല, കാണുമ്പോൾ എല്ലാം സിമിലർ ആയിട്ടാണ് തോന്നണേ. അടുത്ത പ്രിന്റ് ഇതും കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് വരുന്ന ഒരു പ്രിന്റ് ആണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. ഇത് കണ്ടോ, ഈ ഒരു പ്രിന്റ് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് വരുന്നത്. അപ്പൊ എല്ലാം ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് നെക്ക് പാറ്റേൺ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. കൊടുത്തിട്ടുണ്ട്, അത് വേണ്ടെന്നുള്ളവർക്ക് സ്ട്രെയിറ്റ് ആയിട്ടും ചെയ്യാം കേട്ടോ. അപ്പം ഈ പാറ്റേൺസ് ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. ബ്ലൂ കളർ ഇതേപോലെ ആയിട്ട് ഡാർക്ക് നേവി ബ്ലൂ കളറിലോട്ട് സൂപ്പർ ആണ് കേട്ടോ. ഇപ്പൊ ഞാനിപ്പോ എയർലൈൻസ് കൂടുതൽ ചെയ്യണേ നമുക്ക് ഈ ബോട്ടത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ബോട്ടം മാച്ചിങ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരാതിയാണ്. സോ ഇതാവുമ്പോൾ പിന്നെ ഒരു ഫ്രോക്ക് പോലെ വേറെ ചെയ്യാം. താഴെ ഏത് ബോട്ടം ഇട്ടാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ബ്ലാക്ക് ആയിട്ടേക്കണേ. അപ്പൊ നെക്ക് ഇതേപോലെ തന്നെ സെയിം തന്നെ ചെയ്തേക്കുന്നത്. സ്ലീവിന്റെ എൻഡിലോട്ട് ആ ഒരു ബോർഡർ കൊടുത്തേക്കുന്നത്. അപ്പം ഇതാണ് വിത്തൗട്ട് ലൈനിങ് ആണ്. അജ്രക്കായതുകൊണ്ട് ലൈനിങ്ങിന്റെ ആവശ്യമില്ല, എന്ന് വെച്ചാൽ സ്ലിറ്റ് അല്ലല്ലോ. അപ്പം സെക്കൻഡ് വൺ ഇത്. ഫസ്റ്റ് ഞാനിപ്പോൾ വേറെ ചെയ്തേക്കണതിന്റെ പ്രിന്റ് ഞാൻ പറഞ്ഞില്ല, ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിലും നമുക്ക് സെയിം പാറ്റേൺ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം എല്ലാവർക്കും ചിലപ്പോൾ കിട്ടൂല, ഈ ഒരു പ്രിന്റ് തന്നെ നമുക്ക് ഒരുപാട് ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഞാനിപ്പോ വേറെ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ മെറൂൺ ഷെയ്ഡിന്റെ തന്നെ പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. സെയിം തന്നെ പാറ്റേണിലൊക്കെ നമ്മൾ ചെയ്തേക്കണം. ഇതുപോലെ നെക്ക് വീ വെച്ചിട്ട് ഈ ബ്ലൂ കളർ കൊടുക്കുമ്പോൾ നമുക്ക് ഫേസിന് നല്ലൊരു ഇതായിരിക്കും കേട്ടോ. അതുപോലെ ബോർഡറും ഇതേപോലെ ബ്ലൂ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മെറൂൺ ഫസ്റ്റ് കാണിച്ചിരുന്ന ചെറിയൊരു പ്രിന്റിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചിരുന്നത് കണ്ടോ. എല്ലാം കാണുമ്പോൾ ഒരേ കുഞ്ഞു കുഞ്ഞു പ്രിന്റ് ആയതുകൊണ്ട് ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. കണ്ടോ, എല്ലാം നല്ല ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞാൽ. ഇതുപോലെയാണ് കണ്ടോ. അത് സെക്കൻഡ് ഈ മെറൂണ്, തേർഡ് ഈ ബ്ലൂ, ഫോർത്ത് ഈ ബ്ലൂ. കണ്ടോ, ഇത്രയും. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്തത് കേട്ടോ. ഈ പ്രിന്റ് കുറച്ചും കൂടെ ഒരു എന്താ പറയാ, ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. മറ്റേത് ക്ലോസ് ആയതുകൊണ്ട് തന്നെ അതിന് ഇത് കുറച്ചൊരു ഭയങ്കര കൂടി തെളിഞ്ഞ കളറായിട്ട് കാണുന്നത്. ഞാൻ കാണിച്ചു തരാം രണ്ടും കൂടെ ഡിഫറൻസ്. ഇത് കണ്ടോ, രണ്ടും സെയിം കളറാണ്. പക്ഷെ അതിനകത്ത് ആ ഒരു ഡിസൈൻ പ്രിന്റ് കൂടുതൽ വന്നുകൊണ്ടാണ് അത് കുറച്ച് വേറൊരു ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. എനിക്ക് രണ്ടും സെയിം കളറാണ്, ബേസ് കളർ രണ്ടിന്റെയും സെയിം തന്നെയാണ്. ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വ്യത്യാസം കാണിച്ചത്. ഇങ്ങനെ തന്നെയായിരിക്കും എല്ലാം കിടക്കുന്ന, എല്ലാ പാറ്റേൺസും ഇത് തന്നെയായിരിക്കും. ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. എല്ലാം ചെറിയ ചെറിയ പ്രിന്റ്, നല്ല രസം കേട്ടോ. അപ്പം അതുപോലെ ഇതാണ് അടുത്ത കളർ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയും ഒരു 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.